രാജകുമാരിയോ? സൂപ്പർ ഗൈസ്, ഞാനും ഇന്ന് 80s ലുക്കാണ്. ടക്കിൻ ചെയ്യണം. ഇവിടെ ഒരുത്തം കണ്ടോ, കിടിപിടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചു വരി. അതെ അതെ, അവന് ടോയ്സ് ഒന്നും വേണ്ട. അതാണ്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ വള്ളി, അത് ഇത് മുടി. അപ്പം നമുക്ക് ഇന്ന് അപ്പൊ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്നൊരു ഷൂട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ അതിനകത്ത് പഴയ റിട്രോ എന്നല്ലേ പറയുന്നത്, റിട്രോ ലുക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അതെ, റിട്രോ ആയിട്ടുണ്ട് ചെറുതായിട്ട്. ശ്രീലീലയുടെയും ശ്രീലീല ശ്രീലീലയെ പോലെ അല്ല, കൊള്ളാം. അപ്പൊ എടുക്ക. അപ്പൊ അമ്മയും വന്ന് തെമ്മലേന്ന് ചടങ്ങൽ എടുക്കത്തില്ല. ഞാൻ എടുക്ക. ഇനി എന്റെ തലയല്ല അട്ടാ. ബാ. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങട്ടെ. നമ്മളിന്ന് എവിടെ പോകാൻ അറിയോ? നമ്മളെ ഗ്രൗണ്ടിലേക്കാ പോകുന്നത്. പണ്ട് ഡാൻസ് എത്ര നാളെ അങ്ങോട്ട് പോയിട്ട്. പിന്നെ എന്തായാലും ചടങ്ങ് പോകണം. എനിക്കിവിടെ പോസ്റ്റ് ഓഫീസിലൊക്കെ ഒന്ന് കേട്ട് കുറച്ച് ആവശ്യങ്ങൾ. ഗ്രൗണ്ട് അവിടെ കാണും. അറിയാൻ വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വരെ പോകും. പിന്നെ അവിടെ പോയി ഡാൻസ് കളിക്കാം. കുറെ നാളായില്ലേ. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഈ വേഷം കണ്ടല്ലോ, ഡാൻസ് കളിക്കുന്നവർ ഇതൊക്കെ പോകും. ഗൈസ്, ഷൂട്ടിന് വന്നതാ. ഇത് നോക്ക്, മഴ. ഇവിടെ ഒരാള് ഒരുങ്ങി കെട്ടി വന്നതാടേ ഭഗവാനേ. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? ഇന്ന് തന്നെ എടുക്കണ ഷൂട്ട്. പ്ലാസ്റ്റിക് പൂവും അതും പച്ചയും ചുമപ്പും വെള്ളയും. എനിക്ക് വയ്യ. നമുക്ക് ഇന്ന് കൊടുക്കാൻ വേണം. ഇന്ന ഡെഡ് ലൈൻ. എന്ത് ചെയ്യാനാണ് മല്ലയ്യ? ഇന്ന് മഴയാണെങ്കിൽ മഴയാണെന്ന് പറയല്ലേ. നാളെ നീ ഒന്നും കൂടി ഒരുങ്ങണം. പറ്റത്തില്ല, എനിക്ക് ഇനി ഒന്നുകൂടി ഒരുങ്ങാൻ വയ്യ. അമ്മ എന്ത് ചെയ്യാതോ ഇന്ന്? ചടയമംഗലം ബസ് സ്റ്റാൻഡിലാണ് സുഹൃത്തുക്കളെ. ഏറ്റവും നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചടയമംഗലം ബസ് സ്റ്റാൻഡാണ്. അല്ല, അതുകൊണ്ട് മാത്രമല്ല, ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നല്ല വിസ്തീർണം ഉണ്ടാ. അതുമല്ല, എന്റെ പമ്പുണ്ട് അടുത്ത്, വിശ്രമിക്കാനുള്ള കേന്ദ്രം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് കൊള്ളത്തില്ല. കിളിമാനൂർ ബസ് സ്റ്റാൻഡ് കൊള്ളത്തില്ല. ഏറ്റവും കൊള്ളാത്ത കിളിമാനൂര്. അടിപൊളി ബസ് സ്റ്റാൻഡാണ്. എന്തുവാടി ഇത്? മഴത്തുള്ളികൾ. അതാരാ? ഞങ്ങളെ കൊടയില്ലമ്മ, അതായിരിക്കും. എന്നാത്ത ഞങ്ങളെ ഗെറ്റപ്പ് കണ്ടില്ലല്ലോ. എന്നെ കണ്ടോ? ഡാൻസ് കൂടെ എടുക്കാൻ വന്നേ, പക്ഷെ മഴയായിരുന്നു. മഴയത്ത് എങ്ങനെ ഡാൻസ് എടുക്കും അറിയത്തില്ല. നമുക്ക് ആദ്യം ഞാൻ പോയി പോസ്റ്റ് ഓഫീസിൽ കയറി പോയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് മഴ തോരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. പക്ഷെ ഇന്ന് എടുക്കും, എടുത്തിരിക്കണം. ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടി വന്നത്. തോന്നാ പോവും. നമ്മളങ്ങനെ ഡാൻസ് ഒക്കെ എടുത്തു, നമ്മൾ തകർത്തു. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മഴ കുറച്ച് തോന്നുന്നപ്പോ നമ്മളൊരു ആരുടെയും മുറ്റത്ത് നിന്ന് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു. അയ്യോ, ഞാൻ വിചാരിച്ചിരുന്ന് വെറുതെ നിനക്കെന്താ വേണ്ടേ? അപ്പൊ ഗൈസ്, നേരെ വീട്ടിൽ തന്നെ ഞാൻ ഇറങ്ങി നല്ല ചന്തയിൽ കയറി. എന്തോ ഒരു കഷ്ടം ഇത്. ചന്തയിൽ കയറി ഗൈസ് മീനൊക്കെ വാങ്ങിയാട്ടോ. നല്ല അടിപൊളി ചൂര. പോടാ അവിടുന്ന് മാറി. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് നല്ല അടിപൊളി ചൂര വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. അയ്യോ, സ്മോക്ക്. ഒരു മിനിറ്റ്. നല്ല ചോളപ്പുട്ടുണ്ട്. പിന്നെ ഇത് നല്ല കടലക്കറി, വെള്ളക്കടല അല്ലേ? മുതുക്ക് കടല. നമ്മളിന് മുതുക്ക് കടല എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നേ? നമ്മള് മുതുക്ക് കടല. ഞാൻ ട്രിവാൻഡ്രം. അപ്പം മുതുക്ക്, കുളപ്പൻ, കൂടെ അടിപൊളി ഉണ്ടമുളക് ഗൈസ്. ഇത് എവിടെ നിന്നറിയ? മണം ഉണ്ടോ? പൊട്ടിച്ചു നോക്കിയേ. ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് സൂപ്പർ സാധനം. മീൻ കറിക്കകത്തുണ്ടല്ലോ, സാധനം ആണോ? വീട്ടിലല്ലേ ഈ സാധനം ഗൈസ്? ഭയങ്കര മണം ഉണ്ടോ ഇതിനെന്തോ ഉടംകൊല്ലി മുളകെന്നും പറയും.
ഓ ഇതാണ് സാധനം, ഇതാണ് സാധനം. ഓ ഇത് എനിക്ക് മണക്കുമ്പോ എനിക്ക് മീൻകറി ഇന്നെന്ന് തോന്നുന്നു. സത്യം ഇത് മാത്രം ചോറിന്റെ കൂടെ ഇളകി തിന്നും മീൻകറി. പിന്നെ സെറ്റ് സാധനം ഇത്ര ഉണ്ടാവണം. സത്യം വേണമെന്നുണ്ടെങ്കിൽ 10-200 രൂപ കുറച്ച് കൊടുക്കണം. അടിപൊളി സാധനം. ചോളക്കുപ്പിടി കഴിച്ചിട്ടുണ്ടാവും, കഴിച്ചു പോകണം കേട്ടോ. വീട്ടിലെ ടേസ്റ്റ്. ഞാനിപ്പോഴും കുറച്ച് നാളായിട്ടേ ഉള്ളൂ കഴിച്ചു തുടങ്ങിയിട്ട്. പക്ഷേ നോർമൽ ഗോതമ്പ് കൂടിക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റിയാ. ടേസ്റ്റാ. ആരടാ അവിടെ? ഇവനിപ്പോ എടുക്കാൻ വരുമ്പോ ഇവ ഓടും. എന്തിനാ ഓടുന്നത് നിന്നെ എടുക്കാൻ വരുമ്പോ നീ? അടുത്തോട്ട് ക്യാമറ ഓടും. ഡുണ്ടു പോടാ അവിടുന്ന്. ഈ നിക്കറ് കൊള്ളാടി, നല്ല രസം. ഇപ്പൊ ടൈറ്റായി, ഇപ്പൊ ജിമ്മനായി പോയി. ശാലം ബോഡിയൊക്കെ വെച്ചപ്പോ ജിമ്മനായി കേട്ടോ ആള്. അതിന്റെ ജാടയൊന്നും നമുക്കില്ല. പോടാ നിന്റെ അടുണ്ടു വാച്ച. ഞങ്ങളിപ്പോ കണ്ണ് തപ്പിയ പടി മേളിൽ കയറും, ഒരു 5-6 പടി ഒറ്റയ്ക്ക് കയറും. പിന്നെ ഇവിടെ പിടിച്ചു നിന്ന് ഇവിടുത്തെ സാധനങ്ങൾ വേണം, എന്റെ മേക്കപ്പ് സാധനങ്ങൾ വേണം. നിനക്ക് മേക്കപ്പ് കഴുകി കളഞ്ഞില്ലല്ലേ ഈ മുഖത്ത്? ഇന്നത്തെ ഷൂട്ടിന്റെ ചെറിയ മേക്കപ്പ് ഒന്നുമില്ല, കണ്ണ് എഴുതിയിരിക്കുന്നതാ. ആണോ? ഹലോ ഗായ്സ്, ഒരു ഉമ്മോട് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കലായിരുന്നു. നല്ല അടിപൊളി തിക്ക് കടലക്കറി ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ 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 അങ്ങോട്ട് ഇളക്കി. വേർ ഇസ് മൈ മീൻ പുറത്തത്? അപ്പോ അടുത്ത ക്യാമറ വീട്ടിൽ നടക്കാൻ സ്ഥലമില്ല. തീരെ താല്പര്യമില്ല. പക്ഷെ എന്റെ അമ്മ നിർബന്ധം കാരണം നമ്മൾ അടുത്തൊരു ക്യാമറ കൂടി വാങ്ങും. സോണി വീട്ടിലിരിക്കുന്നുണ്ട്. സോണി എടുത്തിട്ട് 1 വർഷം ആയില്ലേ? 6 മാസമായിട്ട് മാത്രം. അപ്പൊ നമ്മളിത് R6 Mark II. അപ്പൊ നമുക്ക് നമ്മളെ ബാബാസിന് നമ്മളെപ്പോഴും ഇപ്പം വന്നാലും നമ്മൾ ബാബാസിന് എല്ലാ സാധനങ്ങളും. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ പൊട്ടിക്കാം. ഒരു സ്റ്റെപ്പ് ഞാൻ, ഒരു സ്റ്റെപ്പ് നീ. ഫുജിയുടെ ആളാ. ഞാനോടെ നിൽക്കാറില്ല, ഞാൻ നിർബന്ധിച്ചോണ്ട് വന്നിരുന്നതാ. എന്റെ കൈ ഒഴിച്ചില്ല, ഫോണ് തറയപ്പോ. അപ്പം ഇതാണ് നമ്മളെ ബോഡി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. സോണിയൊക്കെ ഇച്ചിരി ഉണ്ട്. പക്ഷെ സോണിയുടെ കണ്ടാൽ കൂടെ ഈയുമ്പോ മെറ്റലായിരുന്നു. ഇത് പ്ലാസ്റ്റിക്കാണ്. ഒരു കുറച്ചും കൂടി കട്ടിയുള്ള ഫൈബർ ടൈപ്പ്. അയ്യോ, ഇന്നലെ ഉറങ്ങിയ 4 മണിക്ക്. ഇത് നോക്കണ്ടേ നമുക്ക്? നമ്മൾ ഇന്നലെ ഇവിടുന്ന് ഡെമോ എടുത്തോണ്ട് പോയി. അതെ, ഇന്നലെ ലോഗിൽ ഷൂട്ട് ചെയ്ത് എല്ലാം ചെയ്ത്. പിന്നെ ഉറക്കമില്ല, ഫുഡില്ല, ഇതിനകത്ത് കേറിയാ പിന്നെ ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നു. നിന്റെ പെണ്ണുമ്പിളുടെ ചിരിച്ച മുഖം കണ്ടോളൂ. ഹലോ ഗായ്സ്. അയ്യോ അങ്ങനെ നമ്മള് ക്യാമറയൊക്കെ വാങ്ങിച്ച സുഹൃത്തുക്കളെ, സാധനങ്ങളൊക്കെ എടുക്കട്ടെ ഗൈസ്. ബാബാസ് നമുക്ക് അറിയാം സത്യത്തിൽ പണ്ട് ട്രിവാൻഡ്രത്ത് എത്ര കൊല്ലം പഴക്കമുള്ളൊരു സ്ഥാപനം അറിയാം. ട്രിവാൻഡ്രത്ത് വേറെ ഷോപ്പ് ഉണ്ടോ ഈ ക്യാമറ? ഞാൻ എന്റെ യൂട്യൂബ് ജേണി തുടങ്ങുന്നതേ ബാബാസിന്നാണ്. അതായത് ആദ്യമായിട്ട് അവിടുന്നാണ് ഒരു മൈക്ക് വാങ്ങുന്നത്, ആദ്യമായിട്ട് അവിടുന്നാണ് ഒരു ട്രൈപോഡ് വാങ്ങുന്നത്, ആദ്യമായിട്ടാണ് അവിടുന്ന് ഒരു ലൈറ്റ് വാങ്ങുന്നത്. എല്ലാം എൻ്റെ വ്ളോഗിന് ആവശ്യമായിട്ടുള്ള 95% സാധനങ്ങളും ബാബാസിന്നാണ് വാങ്ങാറുള്ളത്. സാധനങ്ങൾ ഒരു കവർ നിറച്ച് അതിനകത്ത് കാനോണിന്റെ നമ്മുടെ ലെൻസ്, ബാക്കി കാര്യങ്ങൾ, പിന്നെ വേറൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അവിടെ വേറൊരു വലിയ പെട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി ഒരു സോണിയുടെ ക്യാമറ ഉണ്ട് കേട്ടോ. നമ്മളെ ഇതിനകത്താണ് നമ്മളെ റീൽസ്, ഡാൻസ് ഇതെല്ലാം എടുക്കുന്ന. സത്യം പറഞ്ഞാൽ സോണിയുടെ വേറൊരു ക്വാളിറ്റിയാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സോണിയുടെ. അത് എനിക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു ഇത് ഉപയോഗിക്കാനൊക്കെ, അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ അതുമല്ല, ഇതിന്റെ മെറ്റൽ ഇരുമ്പ് ബോഡിയാ, കനോണിന്റെ ഒക്കെ പ്ലാസ്റ്റിക്കാ. ഇത് നല്ല ഭയങ്കര ബിൽഡാ. പിന്നെ ആകെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെബിലൈസേഷൻ കുറവാണ്, ഭയങ്കര ജെർക്കിങ്ങാണ് ഫുട്ടേജ്. നമ്മൾ നല്ല ഈ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡ്രോളന്ന്
നമ്മുടെ ഗിംബലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് ഫുട്ടേജ് എടുക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ കൊള്ളത്തില്ല, വീഡിയോ എടുക്കാൻ മാത്രമേ കൊള്ളാവൂ. നമ്മൾ ഇതിനകത്ത് നമ്മളെ ചലഞ്ചൊക്കെ എടുക്കുന്ന ഈ ഒരു ക്യാമറയ്ക്കകത്ത് കേട്ടോ. ഇതിപ്പോ നീ സോണിയെ പുകഴ്ത്തിയതാണോ താഴ്ത്തിയതാണോ? നമ്മള് ഉപയോഗിച്ചിട്ട് നല്ലതും മെറിറ്റ്സും ഡിമെറിറ്റ്സ് പറഞ്ഞല്ലേ. വീഡിയോ എടുക്കാൻ നൈസാണ്, പക്ഷെ സ്റ്റെബിലൈസേഷൻ ഇല്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഗ്രേഡ് ചെയ്യാൻ, സത്യം പറഞ്ഞ എനിക്ക് ഡാവിഞ്ചി എത്ര പേർക്ക് അറിയാം, ഡാവിഞ്ചിലൊന്നും എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ അറിയില്ല. ഇപ്പൊ ഞാൻ ഡാവിഞ്ചിയില്ല. ഇപ്പൊ ഞാൻ നമ്മൾ അന്നൊരു സോണിയുടെ ക്ലാസ്സിന് പോയപ്പം അവരിനകത്ത് ലോഗിന്റെ ഒക്കെ സെറ്റിംഗ്സ് ഒക്കെ എന്റെ ക്യാമറയ്ക്കകത്ത് സെറ്റ് ചെയ്ത് തന്ന്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനെടുത്ത് പറഞ്ഞ്. അപ്പൊ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഗ്രേഡ് ചെയ്യാൻ കുറച്ച് ഞാൻ പഠിച്ച്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കുറേ കമന്റ് ചെയ്തിട്ട് പുതിയ ക്യാമറ വാങ്ങിച്ചോ പക്ഷെ ക്യാമറ വാങ്ങിച്ചിട്ടില്ല, പഴയ ക്യാമറ തന്നെയാണ്. പക്ഷെ നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പം നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ക്യാമറയുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, അറിയത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി ഇത്, പക്ഷെ നമ്മൾ ഇതിനകത്ത് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല, ലൈക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുത്തില്ല. എനിക്ക് ഈ ക്യാമറ കൊടുക്കാം, കാരണം ഈ ക്യാമറയ്ക്ക് ഡിമെറിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അതിനെക്കാട്ടി പ്ലസ് ഉണ്ട് ഈ ക്യാമറയ്ക്ക്. അതുകൊണ്ട് എനിക്ക് മൃദുലേക്കും കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഇതിന് 2 ലെൻസ് ഉണ്ട്, ഇപ്പോൾ ഓൾറെഡി വൈഡും ഉണ്ട്. 2 ലെൻസ് ഉണ്ട്. ഇതൊരു വൈഡ് ലെൻസ് ആണ്, ഇത് 11mm ലെൻസ് ആണ്. ഇത് സിഗ്മയുടെ 1.4 60mm ലെൻസ് ആണ്. അപ്പൊ ഇത് കാണാൻ, പക്ഷെ ഇത് നല്ല വെയിറ്റ് ആണ്. ഇത് ചെറിയ ലെൻസ് ആണ്, പക്ഷെ ചെറിയ ലെൻസ് ആണെങ്കിൽ സോണിയുടെ ഒറിജിനലാണ്. ഇത് സിഗ്മയാണ്, പക്ഷെ സിഗ്മ നല്ല ലെൻസ് ആണ്. ഇത് നല്ല ബ്യൂട്ടി കിട്ടും, ഇത് നല്ല വൈഡ് കിട്ടും. നമുക്കിത് നോർമൽ വിലയെക്കാട്ടി നല്ല വില വ്യത്യാസത്തിന് കിട്ടി, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചത്. കാരണം ദീപാവലി ഓഫർ ഉണ്ടായിരുന്നു, ഓൺലൈനിൽ കിടക്കുന്നതിനെക്കാട്ടിയും നമുക്ക് നല്ല ഓഫറിന് കിട്ടി. അതുപോലെ ഫ്രീക്ക് 2-3 സാധനങ്ങളോട് കിട്ടി. ഫ്രീക്ക് നമുക്ക് ബാഗ് ഒക്കെ തന്നുള്ളൂ, അല്ല ഒരു ബാറ്ററിയും കാർഡും. അതിന്റെ കൂടെ അത് മാത്രമല്ല, ഓഫർ അതായത് 12,000 13,000 വില വരും ഇതിന്റെ കാർഡ്. ഇതിന്റെ ക്യാമറയുടെ കാർഡിന് ഭയങ്കര വിലയാണ്, കാരണം റൈറ്റിംഗ് സ്പീഡ് അനുസരിച്ച്. അപ്പൊ കാർഡൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. ഒരു 128 GB ഏതാണ്ട് 12,000 13,000 വില വരുന്ന ഒരു കാർഡ് ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ ബാറ്ററി, ഒരു എക്സ്ട്രാ ബാറ്ററി ഫ്രീ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വിലയും കുറവായതുകൊണ്ട് നമ്മളങ്ങ് വാങ്ങിച്ചതാണ്. അപ്പം ഇത് ലോ ലൈറ്റ് സൂപ്പർ, നല്ല പെർഫോമൻസ് ആണ് ലോ ലൈറ്റ് ഒക്കെ. ഒരു 60mm ലെൻസും വാങ്ങി. അത്യാവശ്യം നല്ല വൈഡ് ലെൻസാണ്. അപ്പോൾ ഇത് ബെൽറ്റ് ഉണ്ട്. ഇത് പണ്ട് ഫോട്ടോഗ്രാഫി തൂക്കിയിടുന്ന ബെൽറ്റ്. നമ്മളൊരു 50mm വാങ്ങി. അപ്പം 2 ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 16mm ഒരു 50mm. ഇതിന് ഫോട്ടോ എടുക്കാനും ബാഗിലുണ്ടൊക്കെ നല്ല ബൊക്കെയാണ്. അപ്പം പിന്നെ ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ RFന്റെ ലെൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ, നോർമൽ കനോണിന്റെ ലെൻസ് സപ്പോർട്ട് ചെയ്തില്ല. അപ്പം RFന്റെ ലെൻസ് കുറച്ച് കോസ്റ്റ്ലി ആണ്. മൃദുലെടുത്ത് ആദ്യം കൊടുത്ത മോഡലേ, മറ്റേതിന്റെ ഇരട്ടി വെയിറ്റ് ഉണ്ട്. അവിടെ ബോഡിയുടെ വലിപ്പം നോക്കി. അത് പിടിച്ചോണ്ട് നമ്മൾ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ചെറിയൊരു ഇതാണ്ട് ഒരു ചെറിയ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം 2 കാർഡ് ഇടാം, നമുക്ക് 2 കാർഡ് ഇടാൻ പറ്റും, ഡുവൽ കാർഡ് ഇടാൻ പറ്റും. ഇനി ഇത് 2 നമുക്ക് ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലോണം, അതായത് ഒരാഴ്ച നമ്മളത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന നമ്മളെ കൈ, നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ എപ്പോഴും ഈർപ്പം തട്ടും. അപ്പം ഈ ഒരു ലെൻസിൽ ആൾറെഡി ചെറിയൊരു ഫംഗസ് ലൈൻ അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ അത് പിക്ചറിനെ ബാധിക്കത്തില്ല. പക്ഷെ എന്നാൽ പോലും അതിന് കെയർ ചെയ്തില്ല, നമ്മൾ നല്ല ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്യാമറ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ സ്റ്റോറേജറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാമറ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് മാത്രമല്ല നമ്മൾ കെയറും ചെയ്യണം. ലുക്ക് അറ്റ് ദാറ്റ്. ഇതാണ് മിനി ഫ്രിഡ്ജുകളൊക്കെ മിനി ഫ്രിഡ്ജാണ്. ഇതിനകത്ത് നമുക്ക് ക്യാമറ ലെൻസും വെച്ചിട്ട് 24 hours ഇത് കുത്തിയും കിട്ടേക്കണം. അപ്പം ഇതിനകത്ത് കറണ്ട് ടെമ്പറേച്ചർ കറക്റ്റ് കീപ്പ് ചെയ്തിട്ട് സാധനം. കറണ്ട് പോയാലോ? കറണ്ട് പോയാൽ കുഴപ്പമില്ലാതെ ഇരുന്നോളൂ. ഇതെന്തോ നെട്ടും ബോൾട്ടൊക്കെ ഇത് പൂട്ടി വെക്കാൻ കേട്ടോ. പിന്നെ ആരെങ്കിലും അടിച്ചോണ്ട് ഈ പെട്ടിയോട് അടിച്ചോണ്ട് പോയാൽ പോരെ, സാധനങ്ങളെല്ലാം പൊട്ടിക്കാൻ വലിയ പാടല്ലേ, 2 കൂടം വെച്ച് അറിഞ്ഞാൽ പൊട്ടു. ഓഹോ, പോലെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും സാധനം. ഇത് കണക്ക് ലെൻസും ക്യാമറയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ്. പക്ഷേ ഇത് 2 ലെയറിന്റെ, ഇതിന്റെ 3 ലെയറും ഉണ്ട്. പക്ഷെ നമ്മൾ 2 ലെയർ, നമുക്ക് 2 ക്യാമറ, ഇതിനകത്ത് തന്നെ 3 ബോഡി അതിന്റെ ലെൻസും വെക്കാം. നമുക്ക് 2 ബോഡിയേ ഉള്ളൂ, 2 ബോഡി 4 ലെൻസും. അപ്പൊ അത് സൂപ്പർ ആയിട്ട് അതിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മളങ്ങനെ ഒരുപാട് ഗാഡ്ജറ്റ് ഒന്നും വാങ്ങിച്ചു ഇല്ല. ഈ ഇടയ്ക്കൊരു മൈക്ക് വാങ്ങിച്ച ആളെ കുത്തിയിരിക്കുന്നത്. ഈ മൈക്ക് നിന്റെ മോനോട് പറയണേ, മൈക്ക് ഒരെണ്ണം മതി. എന്തുകൊണ്ട് വാഴുന്നില്ല, അറിഞ്ഞു തള്ളിയിട്ട് പൊട്ടിക്കുക. ഇന്നലെ ഒരു ചലഞ്ച് എടുത്തപ്പോഴും അറിഞ്ഞു തള്ളിയിട്ട്. ഹേ ഗായ്സ്, അപ്പോ നമ്മൾ തൽക്കാലം എഡിറ്റിംഗ് പരിപാടിയെല്ലാം ഇനി മേളിലോട്ടാക്കി കേട്ടോ. വേറൊന്നുമല്ല,
ഓരോ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. അമ്പൂട്ടൻ അത് അറിയത്തില്ല, അവ എടുത്ത് എറിഞ്ഞു തുടങ്ങി ഓരോ സാധനങ്ങൾ. മെനങ്ങാന്ന് ക്യാമറ ജസ്റ്റ് മിസ്സിനാ ഇല്ലേ, കൈ വെച്ച് അത് ലെൻസ് എല്ലാം പിടിച്ചാക്കി. ഞാൻ ശ്രദ്ധിച്ചില്ല, നമ്മളെല്ലാം ശ്രദ്ധിക്കത്തില്ല. ഞാൻ സാധാരണ ഇങ്ങനെ എഡിറ്റിംഗ് ടേബിളായിട്ടൊന്നും ഉണ്ടെങ്കിലും നമ്മൾ അവിടെ അങ്ങനെ എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ മിക്കപ്പോഴും ഇരുന്ന ഹാളിലും ഡൈനിങ് ടേബിളിലും അവിടെ ഒക്കെ ഓരോരോ സാധനം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ഒരു ടേബിളിൽ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു, കാരണം ഇല്ലെങ്കിൽ നടക്കൂല. ഇതിപ്പോ മേലത്തെ റൂമാണ് ഗൈസ്. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ആക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ തൽക്കാലം ഇപ്പോഴൊന്നും ഇല്ല. ഇവിടെ നമ്മളൊരു ചെറിയൊരു ടേബിള് ഇത് വാളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് സെറ്റ് ചെയ്ത് ഇപ്പൊ നമ്മളെ പർപ്പസിന് R6 മാർക്ക് തന്നെ. പക്ഷെ ഇത് അടിപൊളി ക്യാമറ കേട്ടോ. ഞാൻ എടുത്തതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി. നല്ല അടിപൊളി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ക്യാമറ. അടിപൊളി ക്യാമറയാണ്. ഞാൻ എടുത്തപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് നമ്മളെ യൂസിന് ഓക്കെ ആണോ ഇല്ലയോ. പിന്നെ നമുക്ക് ഡെമോ ബാബാസിൻ തന്നായിരുന്നു ഒരു ദിവസത്തേക്ക്. പിന്നെ നമ്മൾ പഴയ ക്യാമറ, നമ്മുടെ സോണിയുടെ നല്ല ക്യാമറ, അതുകൊണ്ട് കൊടുക്കാൻ മനസ്സിലായി. അടിപൊളി ക്യാമറയാണ്. ഇപ്പം ഷൂട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ പോയി ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തായിരുന്നു. എത്ര മണിക്ക് ഷൂട്ട് ചെയ്ത്? 6 മണിക്ക്. 6 മണിക്കുള്ള ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം. അല്ല, ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് എന്നാലും നമ്മളുടെ ടെക്നിക്കൽ സൈഡ്, നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മളെ കാണിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ കാണിക്കുകയാണ്. ഈ ക്യാമറ നമ്മൾ എടുത്തിട്ട് 1 വർഷമായി. ഇത് സോണിയുടെ ZV-E10 മാർക്ക് 2 ആണ്. ഇത് അസാധ്യ ക്യാമറയാണ് ഈ ഒരു വിലക്ക്. ഇത് ക്രോപ്പ് സെൻസർ ആണ്, ഫുൾ ഫ്രെയിം അല്ല. ഇത് ഫുൾ ഫ്രെയിം ആണ്, ഇത് ക്രോപ്പ് സെൻസർ. ഇതൊരു ബിഗിനർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇത് ടോപ്പ് ആണോ എന്ന് വെച്ചാൽ അതുമല്ല. ഇതിനൊരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. ഞാൻ സോണിയുടെ ഇടയ്ക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ഭയങ്കരമായിട്ട് മാറ്റം. അത് ആ ഒരു ക്ലാസ് ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഞാനും കുറേ ഇങ്ങനെ യൂട്യൂബിൽ നോക്കി കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ച്. അപ്പം നമ്മളിപ്പം ഇന്ന് തന്നെ നമ്മളൊരു സോണി മ്യൂസിക്കിൻ്റെ ഒരു കൊളാബായിരുന്നു ഇന്ന് ഡാൻസ്. അപ്പോൾ ആ ഡാൻസ് നമ്മൾ ചെയ്ത് വന്നപ്പോൾ ഞാൻ 6 മണിയായി. പക്ഷെ ഞാൻ വിചാരിച്ച്, ഞാൻ പ്രതീക്ഷ ഒരു ഔട്ട് കിട്ടത്തില്ലെന്ന്. പക്ഷെ ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട്. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ, ഡാവിഞ്ചി റിസോൾവ്. നമ്മൾ 20ാമത്തെ വെർഷനോ 20th വെർഷൻ. 18 കിടന്ന് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് 20ലോട്ടാക്കി. അപ്പം ഇതാണ് നമ്മൾ അന്ന് എഡിറ്റ് ചെയ്ത ഫുട്ടേജ്. ഞാൻ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ കളർ ഗ്രേഡ് ചെയ്ത വിഷ്വൽ. സ്കൈ ഒക്കെ നമ്മൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇവിടെ ഒട്ടും വെട്ടമില്ലായിരുന്നു. 6 മണി എന്ന് പറയാൻ നിങ്ങൾ ഇത് ഇപ്പോഴത്തെ 6 മണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇരുട്ടും. അപ്പം അത്യാവശ്യം ഗ്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്ത്. ഇതാണ് ആ ഒരു ഫൈനൽ ഔട്ട്. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് റോ ആണ്. ഇതാണല്ലേ റോ. പക്ഷെ നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ ഓവർ കളറായിട്ട് തോന്നും. നമ്മൾ ആൾറെഡി ഇട്ടിട്ടുണ്ട് റീൽസ്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അത് 1 മില്യൺ എന്തോ കഴിഞ്ഞ്. നമുക്ക് സോണി മ്യൂസിക്കിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. സോണി മ്യൂസിക്കിന്റെ ഒരു കൊളാബ് സോങ് ആയിരുന്നു. നമ്മുടെ ആരുടെ പാട്ടാണത്? ജി.വി. പ്രകാശ് സ്റ്റോറി ഇട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്ത്. ഈ റൂമേ നമുക്ക് മറക്കാൻ പറ്റില്ല, കാരണം താഴെ പാലാച്ചിന് മുമ്പ് ഇന്റീരിയർ പണി നടന്നുകൊണ്ടിരുന്നപ്പോ നമ്മള് കൊറേ നാള് ഈ റൂമിലായിരുന്നു. കുഞ്ഞമ്പൂട്ടനെ കൊണ്ട് ഇവിടെ ഈ ഇതിനകത്ത് നമ്മൾ ഡ്രസ്സൊക്കെ പറക്കി വെച്ചില്ലേ, ഇങ്ങോട്ട് കേറക്കേ ഇല്ല നമ്മളില്ലേ. വല്ലപ്പോഴും കയറും, എവള് പിന്നെയും കയറും ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ഇതൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ടേബിളൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ചെയറൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം ക്യാമറയൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ബൈ അങ്ങനെ വാങ്ങിച്ചോണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നൈസ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നോണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ചെയ്യുന്നൊരു പ്രൊഫഷനോടൊരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴാണ് തോന്നിയത്. കനോണ്ട് ഇവരുടെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പോകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഞാൻ വരുന്നില്ല, ഞാൻ ഇന്ന് സോണിയുടെ ക്ലാസ്സിന് വന്ന് ചുമ്മാ അവിടെ ഇരുന്ന് അല്ലാതെ എനിക്കൊന്നും മനസ്സിലായി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ വലിയ പണിയൊന്നും ഇല്ല, നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ മതി, ജോലിയുണ്ടോ. ഏതോ ഒരു വീഡിയോയില് നിങ്ങൾക്ക് സുഖ ജോലി അല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും അല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ പാടുണ്ട് ഗൈസ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് തന്നെ ബോറടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള വരെ ബൈ.